ഹലോ ഗൈസ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് ടോക്ക് മലയാളം. ഇന്ന് ഞാൻ വാട്സാപ്പിലെ കുറച്ച് അമേസിങ് ട്രിക്സാണ് പറയാൻ പോകുന്നത്. പല യൂട്യൂബേഴ്സും മലയാളത്തിലെ യൂട്യൂബേഴ്സിലും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഈ ട്രിക്സ്. പുതിയ കുറേ ട്രിക്സാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉച്ചയോടെ വാട്സാപ്പ് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നും. വാട്സാപ്പ് ചിലർക്ക് മടുപ്പ് വരുന്നുണ്ട്, കാരണം ചില ഫീച്ചേഴ്സ് പെട്ടെന്ന് യൂസർ ഫ്രണ്ട്ലി അല്ല, ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പല കാര്യങ്ങൾ, സ്റ്റാറ്റസിലെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള കുറേ ട്രിക്സാണ് ഞാൻ പറഞ്ഞത്. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മൊത്തം ഒന്ന് കാണുക, മൊത്തം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അടിച്ചാൽ അപ്പോൾ കൂടുതൽ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഫ്രണ്ട്സൊക്കെ സ്റ്റാറ്റസ് ഇന്ത്യ എടുക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസിൻ്റെ ഓപ്ഷൻ എടുത്ത് അതിൻ്റെ ഓപ്ഷൻ എടുത്ത് സ്റ്റാറ്റസ് എടുത്തിട്ട് അതിൻ്റെ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഫോർവേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഇങ്ങനെ നമുക്ക് എളുപ്പം ഫോർവേഡ് ചെയ്ത് ആർക്കാണെന്ന് വെച്ചാൽ സെൻഡ് കൊടുക്കുക. എളുപ്പം സെൻഡ് ചെയ്യുക, അല്ലാതെ നമ്മൾ ഗ്യാലറി എടുത്ത് തപ്പി തടഞ്ഞ് ഒത്തിരി പഴുത് എളുപ്പമായിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഫ്രണ്ട്സിന് സെൻഡ് കൊടുക്കുക. ഒരു സിമ്പിൾ ട്രിക്കാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളുക. സിമ്പിൾ ട്രിക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക. അടിപൊളി ട്രിക്കാണ്, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ സ്റ്റാറ്റസ് എളുപ്പം സെൻഡ് ചെയ്യണം മാർഗം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ചാറ്റ് ചെയ്യുക. അപ്പം പെട്ടെന്ന് ഒരാളെ കണ്ട്, ഒരു ഫ്രണ്ടിനെ കണ്ട്, അവർക്ക് പ്രൈവറ്റായിട്ട് ചാറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇപ്പോൾ ഞാൻ പ്രൈവറ്റ് ചെയ്യാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്ഷൻ 3 ഡോട്ട് നിൽക്കാൻ വേണ്ടിക്കത്തെ നീക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് റിപ്ലൈ പ്രൈവറ്റ്ലി എന്ന ഓപ്ഷൻ ഉണ്ട്. പലർക്കും ഇത് അറിയത്തില്ല. അപ്പോൾ റിപ്ലൈ പ്രൈവറ്റ്ലി അടിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാം പിന്നെ ഇറങ്ങി കോൺടാക്റ്റ് സെർച്ച് ചെയ്ത് തപ്പി പിടിച്ചൊന്നും മെസ്സേജ് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് പ്രൈവറ്റ്ലി മെസ്സേജ് അയക്കുക. ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ഇതൊരു എളുപ്പ ട്രിക്കാണ്. ഇത് നിങ്ങൾക്കറിയില്ല, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു അടിപൊളി ട്രിക്കാണ്. അടുത്ത നമ്മൾ ട്രിക്ക് എന്ന് ഡയറക്റ്റ് നമുക്ക് ഗൂഗിളിൽ കയറി വാട്സാപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിൽ ഓൺലൈൻ വരാതെ തന്നെ മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഗൂഗിളിൽ കയറി വാട്സാപ്പ് നിന്ന് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് അപ്പം ഒരു ഇൻ്റർഫേസ് വരും, സെൻഡ് വാട്സാപ്പ് മെസ്സേജ് 2 എന്നുള്ളത് മെസ്സേജ് ചെയ്യാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതിപ്പം 2 ആർക്കാന്ന് വെച്ചാൽ നമ്മുടെ കോൺടാക്റ്റ് വാട്സാപ്പ് ആർക്കൊക്കെയുള്ള വരും, അവരെ സെലക്ട് ചെയ്യുക, സെൻഡ് കൊടുക്കുക. നമുക്ക് വാട്സാപ്പിൽ ഓൺലൈൻ വരാതെ തന്നെ നമുക്ക് ഒരാൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ട്രിക്കാണ്. ഇത് പലർക്കും അറിയില്ല, നിങ്ങൾക്ക് അറിയാത്തവർക്കൊക്കെ ഇന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു അടിപൊളി ട്രിക്കാണ്. ഗൂഗിളിൽ കയറുക. ഇത് ഗൂഗിളിൽ കയറിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അടുത്ത സിമ്പിൾ ട്രിക്ക്, നമുക്ക് ഇമോജീസും ഒക്കെ ഇങ്ങനെ നമുക്കിപ്പോൾ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇതുപോലെ ഇമോജീസ് ഇങ്ങനെ വലുപ്പം കൂട്ടണേ അങ്ങോട്ട് ഡ്രാഗ് ചെയ്യും. ഇപ്പം ഈ ഒരു ആരോ ചലിപ്പിക്കണേ അങ്ങോട്ട് സൈഡിലോട്ട് ചലിപ്പിക്കുക, റൗണ്ട് അടിപ്പിച്ചാൽ മതി. ഇത് പലർക്കും അറിയില്ല, അറിയാത്ത ട്രിക്കാണ്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഇതിൽ അടിപൊളിയായിട്ട് പിക്സൊക്കെ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റുന്നതെന്ന് ഇതൊരു അടിപൊളി ട്രിക്കാണ്. ഇനി അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ നമുക്ക് സ്റ്റാറ്റസൊക്കെ ബ്ലാക്ക് രീതിയിൽ, അതായത് വീഡിയോ നമുക്ക് ഓഡിയോ മാത്രമായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഡൗട്ടാണ് പലർക്കും, സുഖമായിട്ട് പറ്റും. അപ്പോൾ ഏതൊരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് കളർ എടുത്ത് ഏറ്റവും ടോപ്പിൽ ബ്ലാക്ക് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ടാപ്പ് ചെയ്തുകൊണ്ട് 2 സെക്കൻഡ് ടാപ്പ് ചെയ്തുകൊണ്ട് ഫുൾ ബ്ലാക്ക് ആകുന്നതാണ്. അപ്പം ബ്ലാക്ക് സ്റ്റാറ്റസ് നമുക്ക് ഓഡിയോ മാത്രം കേട്ട് വീഡിയോ കാണാതെ സ്റ്റാറ്റസിനായിട്ടുള്ള ട്രിക്കാണിത്. അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേരെ അക്കൗണ്ടിലെടുത്ത് പ്രൈവസി പോയി കഴിഞ്ഞാൽ റീഡ് റെസിപ്റ്റ് എന്ന് കാണും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താ, നിങ്ങൾ വായിച്ചോ, നിങ്ങളൊരു മെസ്സേജ് നിങ്ങൾക്ക് ആരും ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് വായിച്ചോ ഒരു ഡബിൾ നീലമാർക്കില്ലേ, അത് കാണിക്കില്ല. അടുത്തൊരു അടിപൊളി ട്രിക്കാണ് പറഞ്ഞാൽ, നിങ്ങൾ നേരെ ബാക്കിൽ പോയിട്ട് ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ്റെ അകത്ത് അക്കൗണ്ട് സെറ്റിങ്സിൻ്റെ അകത്ത് അക്കൗണ്ടിൽ പ്രൈവസി എടുക്കുക. പ്രൈവസിക്കകത്ത് നമ്മൾ എന്താ ലാസ്റ്റ് സീൻ എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് എവരി1, മൈ കോൺടാക്ട്, നോബഡി, ഇങ്ങനെ 3 ഓപ്ഷൻ കാണില്ല. അത് നിങ്ങൾ ലാസ്റ്റ് എപ്പോഴാണോ വാട്സാപ്പിൽ നിന്ന് ഇറങ്ങിയതെന്നുള്ള സമയം ഫ്രണ്ട്സിന് കാണാൻ പറ്റും, കോൺടാക്റ്റിലുള്ളവർക്ക് കാണാൻ പറ്റും, എല്ലാവരും കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം മൈ കോൺടാക്റ്റ് നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ എപ്പോഴാണ് വാട്സാപ്പ് നിർത്തിയിട്ട് ഇറങ്ങിയ സമയം അറിയാൻ പറ്റത്തുള്ളൂ. അത് അടിപൊളി ഒരു ട്രിക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ 5-6 അടിപൊളി ട്രിക്സ് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഈ ട്രിക്സ് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് വാട്സാപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക, ഫേസ്ബുക്കിലും ഷെയർ കൊടുക്കുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ. അപ്പം ആ ബെല്ലൈക്കൺ അടിച്ചാൽ അപ്പോൾ ഇവിടെ വീഡിയോ കിട്ടുന്നതാണ്. അപ്പം നാളെ ഇതുപോലുള്ള കൂടുതൽ ടെക്നോളജി വീഡിയോസിനായി കാത്തിരിക്കുക. അപ്പം നാളെ എത്തുന്നതാണ്. അപ്പം നമുക്ക് നാളെ കാണാം. See you.